നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക, പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുദേവനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ആഹ്വാനം ചെയ്തതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നും ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ തന്നെ ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തതും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത് എന്നൊക്കെ ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ്. ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് ആഹ്വാനം ചെയ്ത കേരള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യങ്കാളി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് അഭിപ്രായപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠം സ്വാമികൾ. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠം സ്വാമികൾ. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു തൈക്കാട് അയ്യാഗുരു. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു തൈക്കാട് അയ്യാഗുരു. തൈക്കാട് അയ്യാഗുരുവാണ് കേട്ടോ. അങ്ങനെ തൈക്കാട് അയ്യാഗുരു. അതുപോലെ തന്നെ മനസ്സാണ് ദൈവമെന്ന് ആഹ്വാനം ചെയ്ത കേരള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവമെന്ന് പ്രസ്താവിച്ച കേരള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് അഭിപ്രായപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? വൈകുണ്ഠം സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? വൈകുണ്ഠം സ്വാമികൾ.